ഈ പാത്രത്തിൽ വീണ്ടും കൊട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് തൈര്, ടേസ്റ്റ് പുളിങ്ങരോളമുള്ള തൈര് ഒഴിച്ച് നന്നായി മിക്സ് ആക്കിയിട്ട് നന്നായി മിക്സ് ആക്കുക. മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് തിളയ്ക്കട്ടെ. അതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. തൈര് ഒഴിച്ച് ഒരു 5 മിനിറ്റ് ഇങ്ങനെ തിളച്ച് സെറ്റാവും. തേങ്ങ, പച്ചമുളക്, ജീരകം എല്ലാം കൂടി ചേർത്ത് അരച്ച് വെച്ച മിക്സ് ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി നല്ല വിറകടുപ്പിലോ നമുക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും. വേവിച്ചു തൈര് ഒഴിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തേങ്ങ, പച്ചമുളക്, ജീരകം എല്ലാം അരച്ചത് ചേർത്ത് ഉപ്പ് നോക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം എല്ലാം പാകത്തിന് തൈര് എല്ലാം ഒഴിച്ച് പാകത്തിന് കുറച്ച് കറുവപ്പല കൊടുക്കാം. എണ്ണ, വെളിച്ചെണ്ണയും തേങ്ങ കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. എണ്ണ ഒഴിച്ച് കറുവേപ്പിലയിട്ട് മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. വെളിച്ചെണ്ണ എണ്ണയെടുത്ത് ഒന്ന് സെറ്റാക്കാം. ഒന്ന് മിക്സായി അവിയലിൻ്റെ പാകത്തിന് സെറ്റായി സെറ്റായിട്ട് അവിയൽ